പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു വാക്കം, ഇനി അധികം നാളില്ലാത്തതുകൊണ്ട് ഗ്രഹകാര്യം ക്രമപ്പെടുത്ത. ആമേൻ. കാരണം പ്രത്യേകം പറഞ്ഞു, സഹോദരിമാരായിരിക്കുന്ന നമുക്ക്, പ്രത്യേകിച്ച് സഹോദരിമാരോട് ദൈവം അന്ത്യകാലത്ത് ഒരു പങ്ക് നമുക്ക് തരാൻ പോവുക. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അതിനകത്ത് ഇല്ലാത്തതിനേക്കാളും നമ്മൾ ചിന്തിക്കാത്തതിലപ്പുറമായി ദൈവം തരാൻ പോവുകയാണ്. അതിനാവശ്യമായിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഗ്രഹ കാര്യങ്ങൾ. ആമേൻ. അതിനായി ഞങ്ങൾ അല്പസമയം അതിനായി വേർതിരിക്കുകയാണ്. പ്രസംഗമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിനകത്ത് ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതിയിടണം. പരിശുദ്ധാത്മാവ് തന്നെ ഇതിനകത്ത് ഓരോ വിഷയങ്ങളിലും ആമേൻ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ നമ്മളെ പഠിപ്പിക്കുവാൻ ഞങ്ങളും ഏൽപ്പിക്കുന്നു. ഞങ്ങൾ വലിയ കഴിവുള്ളവരോ എല്ലാത്തിനും ഉത്തരം അറിയാവുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന പോലെ നമുക്ക് അല്പസമയം ഇരിക്കാം. അതിനായി ലീഡ് ചെയ്യുവാനായി ഈ സമയത്ത് സാലിമോനായെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. യാദൃച്ഛികമായിട്ടാണ് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ പ്രിയ അജു പാസ്റ്റർ ക്ഷണിക്കുന്നതും വരുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളുടെ ക്രമീകരണത്തിനിടയിലായതുകൊണ്ട് കുറച്ച് ബദ്ധപ്പാടിലാണ് ഞാനായിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു സെക്ഷൻ കർത്താവിൻ്റെ ദാസി എന്നോട് ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുവാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ വേഗത്തിൽ ചെയ്യുവാനിടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ച തിരുവല്ലയിലൊരു കരിസ്മ കോൺഫറൻസ് ഉണ്ടായിരുന്നു. നിങ്ങളിൽ എത്ര പേര് അതിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. വളരെ ചുരുക്കം പേരായിരിക്കും. പക്ഷേ തിരുവല്ലയിൽ വളരെ 350-400ഓളം ആളുകൾ കടന്നു വന്ന് സിസി ആൻറ്റിയും സാറാ സിസ്റ്ററും എല്ലാം സിസിൽക്കുട്ടി ആൻറ്റിയും ഒക്കെ ശുശ്രൂഷിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് ക്രമീകരിച്ചപ്പോൾ ചെയ്ത കാര്യം, ഈ കാലഘട്ടത്തിൽ സഹോദരിമാരിൽ കൂടെ ദൈവത്തിന് ചെയ്യുവാനുള്ള കാര്യങ്ങൾ അത് കുറ്റമറ്റ രീതിയിൽ ചെയ്യത്തക്കവണ്ണമുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി പ്രത്യേക വിഷയങ്ങൾ ഓരോരുത്തർക്കും കൊടുത്താണ് ആ മീറ്റിങ്ങിൽ ഞങ്ങൾ അത് കണ്ടക്ട് ചെയ്തത്. അതുപോലെയുള്ള ഒരു ചെറിയ സംരംഭമാണ് ഇവിടെ നടത്തുന്നത്. നമ്മൾ ആത്മീയ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും മറന്നു പോകുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലൊക്കെ മറന്നു പോകുന്നതോ അവഗണിക്കുന്നതോ ശ്രദ്ധിക്കാതെ പോകുന്നതോ ഒക്കെയായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദരിമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്? കർത്താവിൻ്റെ ദാസി പറഞ്ഞല്ലോ, ഭവനം പണിയുന്ന സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ ഭവനം പണിയുന്നു. ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയലായിട്ടുള്ള ബിൽഡിംഗ് അല്ല, ആ വീടിനെ ശരിയായ നിലയിൽ നടത്തി കൊണ്ടുപോകുന്നതിന് പുരുഷനുള്ളതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് സ്ത്രീക്കുള്ളത്. നമ്മൾ പലപ്പോഴും കൂട്ടായ്മകളിൽ, മീറ്റിങ്ങുകളിലൊക്കെ സംബന്ധിച്ച് ഒരു വചനം കേട്ട് ആരാധിച്ച് മടങ്ങിപ്പോകുന്നു. എന്നാൽ അതിനപ്പുറമായി പ്രായോഗിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. നമ്മുടെ വീട് അനാഥമായി പോയിട്ട് നമ്മൾ ഒത്തിരി ആരാധിച്ചിട്ടോ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് കുടുംബത്തിൻ്റെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ചില ചോദ്യങ്ങൾ കർത്താവിൻ്റെ ദാസിയോട് ചോദിക്കുകയും ഓരോ ചോദ്യത്തിനും ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ കർത്താവിൻ്റെ ദാസി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള മറുപടി നൽകുകയും ചെയ്യും. ആധുനിക സമൂഹത്തിലെ സഹോദരിമാർ അനുസരണം, കീഴടങ്ങൽ,
അതിയായ അതിഥി സൽക്കാരം തുടങ്ങിയ പ്രാഥമിക മൂല്യങ്ങൾ സംരക്ഷിച്ച് ജീവിക്കുവാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കതിന് പ്രാധാന്യമുണ്ടായിരുന്നു. അത് സഹോദരിമാരുടെ ഒരു കടമയായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പലരും ജോലിക്ക് പോകുന്നു, മറ്റ് പല ബന്ധപ്പാടുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന് വളരെ പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നില്ല ചിലയിടത്ത്. എന്നാൽ ചിലയിടത്ത് സാധിക്കുമെങ്കിലും നമ്മൾ അതിനെ അത്ര വലിയ കാര്യമായി കാണുന്നില്ല. പണ്ടത്തെ അമ്മച്ചിമാർക്കുണ്ടായിരുന്ന ആ സ്നേഹവും അന്ന് ഒന്നുമില്ലാത്തടത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് പാത്തു വെച്ച് കൊടുക്കുന്ന ആ ഒരു രീതിയുമൊന്നും ഇന്ന് നമ്മൾ കാണുന്നില്ല. എന്നാൽ ആ അതിഥി സൽക്കാര മാതൃക കാണിച്ച അനുഗ്രഹീതയായ ഒരു ദൈവദാസിയെ അല്പമായി, അതുപോലെ ഒന്ന് രണ്ട് വ്യക്തികളുണ്ട്, അതിനെപ്പറ്റി അല്പനിമിഷം സംസാരിക്കും കർത്താവിൻ്റെ ദാസി. പൂർവ്വപിതാക്കന്മാർ സേവിച്ചു വന്ന് അവർ ചെയ്ത പലതും നഷ്ടമായതിൻ്റെ കാര്യം സഹോദരിമാരായ നമ്മൾ ഇപ്പോൾ ജോലികൾ വീട്ടിലെ കൂടാതെ നമ്മൾ നിർബന്ധിതരായി വെളിയിലത്തെ ജോലിയൂടെ ചെയ്യാൻ. അന്നേരം അത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ചലഞ്ചാണ്. വീട്ടിലെ ചെയ്യണം, ജോലി ചെയ്ത് വീട്ടിൽ വരണം, വന്നു കഴിഞ്ഞ് പിന്നെ ബാക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നഷ്ടമായ ഒരു കാര്യമാണ് അതിഥി സൽക്കാരം. അത് നമ്മുടെ ഇടയിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോകുന്നു. അഥവാ എളുപ്പം പോയി മേടിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മൾ നീങ്ങുന്നു. അതുകൊണ്ട് പലതും ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന നന്മകൾ അതിഥി സൽക്കാരം കൊണ്ട് ലഭിച്ചിട്ടുള്ളതാണ്. അതിനാധാരമായി ഇതിനുമെല്ലാം ഇപ്പം പണ്ടത്തെ കാലമല്ലല്ലോ എന്ന് പറയുന്നതിൽ ബൈബിളിൻ്റെ വചനം അനുസരിച്ച് ആദ്യമായി ഇതിന് പ്രാധാന്യമുണ്ടോ, ദൈവത്തിന് വേണ്ടി സ്നേഹിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ കർത്താവ് എബ്രായർക്ക് എഴുതിയ ലേഖനം 6:10. എബ്രായർ 6:10 ഒന്ന് വായിച്ചേ. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം മറക്കാത്ത ഒരു കാര്യമുണ്ട്. ദൈവത്തോട് കാണിക്കുന്ന സ്നേഹമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ആദരിച്ചത്. ഹല്ലേലൂയ. ദൈവത്തെ സംബന്ധിച്ചോളം നമ്മളെ ഓർക്കണമെങ്കിൽ, സഹോദരിമാരായ നമ്മളെ ഓർക്കണമെങ്കിൽ കർത്താവ് അതൊക്കെയാണ്. മറന്നു കളയുന്ന അനീതിയുള്ള ദൈവമല്ല. ആമേൻ. എൻ്റെ മാതാവ് കൂടെ പറഞ്ഞിരുന്ന ഒരു വാക്യമാണിത്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഉൽപ്പത്തി 18 1 മുതൽ 4 വരെയുള്ള വാക്യവും ആദ്യം നമുക്ക് വായിക്കാം. അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് എല്ലാവരെയും കൊണ്ടുപോവുക. അബ്രഹാമിൻ്റെ വീട്ടിൽ എങ്ങനായിരുന്നെന്ന് നമുക്ക് ഒരു നിമിഷക്കാലം ഒന്ന് നോക്കാം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. ആസാരം വെള്ളം കൊണ്ടുവന്നു നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൽ കീഴിൽ ഇരിപ്പീൻ. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വച്ച് അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന്, കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. അത് മതി. ഇപ്പം അബ്രഹാമിന് എത്ര വയസ്സുണ്ടായിരുന്നു? 99 വയസ്സ്. സാറായ്ക്ക് എത്ര വയസ്സുണ്ട്? 90 വയസ്സ്. പക്ഷെ എല്ലായിടത്തും വേഗം ഓടുക. ദൂതനെ കണ്ടപ്പോൾ
ഓടിച്ചെന്നു. നമ്മൾ പാസ്റ്റർമാരെയോ ദൈവമക്കളെ കാണുമ്പോൾ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവാറാണോ? അയ്യോ കണ്ടാ വിളിക്കേണ്ട വരും, വിളിച്ചാൽ കാപ്പി കൊടുക്കേണ്ട വരും. ഇതൊക്കെ ചിന്തിക്കണം കേട്ടോ. ഊണ് കൊടുക്കേണ്ട വരും. ഇത് 99-ാം വയസ്സുള്ള അപ്പച്ചൻ ദൂതനെ ദൂരെ കണ്ടു, ഓടിച്ചെന്നു. ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാണെന്നറിയാവോ? മറ്റുള്ളവരോടുള്ള സ്നേഹവും, പ്രത്യേകിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളെ സ്നേഹിക്കുന്ന, അത് വിട്ടുപോകരുത്. ഓടിച്ചെന്നിട്ട് എന്താണ് പറയുന്നത്? ഞങ്ങളുടെ വീട്ടിൽ പോകല്ലേ അല്ലേ, കടന്നു പോകരുത്, നിർബന്ധിച്ച്. ഞാനേതായാലും ഒന്ന് പറഞ്ഞു, വരുന്നെങ്കിൽ വരട്ടെ. ചിലരുടെ വിളി കേൾക്കുമ്പം പോകാൻ തോന്നത്തില്ല, ചുമ്മാ വിളിക്കുകയെന്നറിയാം. ചിലരുണ്ട് നിർബന്ധമാണ്, വന്നേ ഒക്കത്തുള്ളൂ. അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ദിവസങ്ങൾ ദൈവം കയറുന്നത്. രണ്ടാമതായി പിന്നെ കയറി കഴിഞ്ഞിട്ട് മാത്രം എന്തോ വന്നിട്ട് കാല് ആര് കഴുകാമെന്നാ പറഞ്ഞേ? 99 വയസ്സുള്ള അപ്പച്ചനെ കാല് കഴുകി തരാമെന്ന്. അതാ അത് കഴിഞ്ഞിട്ട് പറയുന്ന, വന്നിരുന്ന് കഴിഞ്ഞിട്ട് 3 പേരെ ഉള്ളായിരുന്ന മുഴുവനൊരു കാളയാ കൊണ്ടുവന്നേ. കണക്ക് സ്വർഗം കണക്കെഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇസ്രായേൽ മക്കൾക്ക് ഓരോ കുടുംബത്തിനും ഒരു പറ ദൈവം കണക്കെഴുതുന്നുണ്ട് കേട്ടോ. നീ കൊടുക്കുന്നതൊക്കെ ദൈവം കണക്കെഴുതുന്നുണ്ട്. അത് തലമുറ അനുഭവിക്കുന്ന. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, കഴുകി വന്ന് അബ്രഹാം അപ്പച്ചൻ എന്തോ എടുത്തു? നിൽക്കുക. അവർ കഴിച്ച് കഴിയുന്നവരെയും അവിടെ നിൽക്കുക. ആമേൻ. അതുകൊണ്ട് എന്തുവാണ്? കഴിച്ചു കഴിഞ്ഞ ഉടനെ സാറാ എന്തിയേ? നിന്റെ ദൈവത്തോടുള്ള സ്നേഹം കാണുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിന് ഒരു നിർബന്ധം കാണും. ഞാൻ ഈ കൂടാരത്തിന് പോകുന്നതിന് മുമ്പേ വാഗ്ദത്തം നിവർത്തിക്കാത്തത് നിവർത്തിച്ചേ പോകത്തുള്ളൂ. അവൾ എന്നോടുള്ള സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് ആവശ്യമായിരിക്കുന്നത് ദൈവത്തോടും ദൈവനാമത്തിനും ദൈവവചനത്തോടും ദൈവമക്കളോടുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം അന്ത്യകാലത്ത് സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദൈവ്യാഗ്രഹികളും ഇതല്ലേ, മാതാപിതാക്കളെ അനുസരിക്കാത്തവരും എല്ലാമാണെന്നാ. അതുകൊണ്ട് ഇതുണ്ടായിരിക്കണം. പിന്നെ അടുത്തത് ലോത്തിന്റെ കുടുംബം നോക്കിക്കേ, 19-ാം അധ്യായം. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോത്ത് സോതോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പീൻ. കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയുമാകാം എന്ന് പറഞ്ഞതിന്, അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കൂ എന്ന് അവർ പറഞ്ഞു. വ്യത്യാസമുണ്ട് വിളിക്കുക കേട്ടോ. നിങ്ങൾ കയറി വന്ന് ആര് കഴുകണമെന്നാ പറഞ്ഞേ? നിങ്ങൾ തന്നെ കഴുകിക്കാണ്. ഓർത്തോണേ, അബ്രഹാം പറഞ്ഞു അബ്രഹാം കഴുകാമെന്ന്. ഇവിടെ ലോത്ത് പറയുന്നു നിങ്ങൾ കഴി. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സിസ്റ്റമുണ്ട്, 3 തരമുണ്ട്. അവരെക്കാട്ടിലും വലിയവർ വരുമ്പോൾ ആ ഗസ്റ്റ് വിളിക്കുന്ന ആൾ കാല് കഴുകും. അവരെക്കാട്ട് സമപ്രായമുള്ളവരാണെങ്കിൽ വേലക്കാർ വന്ന് കാല് കഴുകും. അവരെക്കാട്ട് താന്നവരാണെങ്കിൽ അവർ തന്നെ കഴുകും. നമ്മൾ മനസ്സിലാക്കണം, ഇത് 3 സിസ്റ്റം അവർക്കുണ്ട്. അന്നേരം ലോത്ത് പറയുന്ന എന്തുവാണ്? ഏറ്റവും താണ ലെവലാ. അതുകൊണ്ടാ പറഞ്ഞയോ വേണ്ട, വിളി കേൾക്കുമ്പോൾ ഇല്ലേ. പിന്നെ മിസ്സസ് ലോത്തിനെ കാണാനില്ലല്ലോ. പിന്നെ ആരാ ഉണ്ടാക്കി വെച്ചു കൊടുത്തേ? 3-ാം വാക്യം. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവന്റെ അടുക്കൽ തിരിഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്ന് അവൻ അവർക്ക് വിരുന്നൊരുക്കി. ആരാ ഒരുക്കിയത്?
അച്ഛന്മാരാണോ? പാസ്റ്റർമാരെ വല്ലവരും ഒക്കെ കൊണ്ടുവരുമ്പം പറയുന്നോണ്ട് അങ്ങ് അനുസരിക്കുകയെന്ന്. അച്ഛൻ വന്ന് ഇനിയും പറയാ എന്തൊടുക്കാനാ? പോയി കഴിയുമ്പോൾ പുറത്ത് എന്തിനാ വിളിച്ചോണ്ട് വന്നത്, നേരത്തെ പറയണ്ടായിരുന്നോ? വല്ലതും പറഞ്ഞിട്ടാണോ? അല്ല. മാത്രമല്ല, എൻ്റെ അമ്മ പറയുന്ന എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, സാറായോട് പറയുകയാണ് എത്ര മാവ് കുഴയ്ക്കണം. അബ്രഹാമാ പറഞ്ഞു കൊടുക്കുക. സാറാ പുറൂർത്തോ? അച്ചാച്ചന് വല്ലതും അറിയാമോ? എനിക്കറിയത്തില്ലയോ? അത്രയൊന്നും ആവശ്യമില്ല. എല്ലാം പറഞ്ഞോ? മൂന്നഴങ്ങി യെസ് യജമാനനെ എന്ന് പറഞ്ഞ് അനുസരിച്ചു. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ, ആമേൻ, ഭർത്താക്കന്മാർ നമ്മുടെ ആത്മീകത്തിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ വക കാണണമെന്ന് നിർബന്ധമാണ്. സ്നേഹത്തിൽ, അതിഥി സൽക്കാരത്തിൽ, ഹല്ലേലൂയ, ഇതിലൊക്കെയും നല്ല മാതൃക. ഒരു ഷോർട്ടായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും വെച്ചുകൊണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റി? ലോത്തിൻ്റെ കുടുംബത്തിനെ അറിയാം അല്ലേ? അനുസരിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് എന്താ പറ്റി? ഉപ്പ് തൂണായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഭാര്യ ഓർത്ത് കൊള്ളുക, നമുക്ക് ഓർക്കാൻ. ഹല്ലേലൂയ. മിറിയമിനെയും ഓർത്തു കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. വഴി വെച്ച് സംഭവിച്ചത്. 2 സഹോദരിമാരെ ഓർത്തു കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. പുറപുറത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും. അതുകൊണ്ട് അവിടെ അത് വിടട്ടെ. അന്നേരം എല്ലാവർക്കും ഇന്ന് ഇതിനകത്ത് വന്നവരെല്ലാം ദൈവമക്കളോടും, ആമേൻ, ഈ സഭയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു വന്നപ്പോൾ മുതൽ എല്ലാത്തിനും ഇത് അതിഥി സൽക്കാരത്തിൽ മുന്നിൽ നിൽക്കുന്ന സഭയായിരിക്കുന്നതുകൊണ്ട് ഈ സഭയ്ക്കകത്ത് കർത്താവ് ധാരാളമായി ദൈവമക്കളെ കൊണ്ടുവരികയും, ആമേൻ, അബ്രഹാമിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇതിന് സഭയിൽ തെരുമാറാകുകയും ചെയ്യട്ടെ. അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സഹോദരിമാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഗൃഹനിർമ്മാണ ദൗത്യത്തെ പറ്റിയാണ്. നമ്മളുടെ ഈ തീം തന്നെ അതാണ്, ഗൃഹനിർമ്മാണത്തിൽ സഹോദരിമാരുടെ പങ്കാളിത്തം. എന്നാൽ പർട്ടിക്കുലറായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച്, കുടുംബത്തിൻ്റെ ഐക്യത സംബന്ധിച്ച്, അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് സംബന്ധിച്ച്, മക്കളോടൊക്കെ പക്ഷപാതപരമായിട്ട് പെരുമാറുകയും, അല്ലെ ഒരാളെ കൂടുതൽ സ്നേഹിക്കുകയും ഒരാളെ അവഗണിച്ച് കളയുകയും ചെയ്യുന്ന, അല്ലെ അവരുടെ കഴിവനുസരിച്ച് അവരെ പരിഗണിക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്. റാഹേലിനെയും ലേയെയും പറ്റി പറയുന്നുണ്ട്. അവരിരുവരുമാണല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. അതും അതിനോടനുബന്ധിച്ച് തന്നെ അടുത്ത ചോദ്യത്തിലേക്കും ആ കാര്യം വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഭവനത്തോടുള്ള ബന്ധത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം വരുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയം, മക്കളുടെ വിവാഹ സംബന്ധമായോ വിദ്യാഭ്യാസ സംബന്ധമായോ ഉള്ള ഭവനത്തിൻ്റെതായ കാര്യങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകേണ്ട ഐക്യതയുടെ ആവശ്യകത, അതുമാത്രമല്ല മക്കളോട് ഉള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് സംബന്ധിച്ച് ദൈവവചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടെ കൂട്ടിയത് കർത്താവിൻ്റെ ദാസി സംസാരിക്കും. വണ്ണസും യൂണിറ്റിയും ഡിഫറെൻറ്റാണ്. അതിന് ഉദാഹരണമായി ഞാൻ പറയാം. ഈ മീറ്റിങ്ങിന് വരണമെന്ന് താല്പര്യമുള്ളവർ നമ്മൾ യുണൈറ്റഡ് ആകാം ഇല്ലേ? ആ പോകുന്നവർ ഒരുമിച്ച് ചേർന്ന് വണ്ടി പിടിച്ച് ഒരുമിച്ച് വരാം എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒന്നാകണമെന്നില്ല. പക്ഷേ വിവാഹത്തിന് അങ്ങനല്ല കർത്താവ് പറഞ്ഞേക്കുന്നത്. നീ മാതാവിനെയും പിതാവിനെയും വിട്ട് പറ്റിയിരിക്കുന്നു. ഇനി നിങ്ങൾ 2 അല്ല 1. 2 ബാങ്ക് ബാലൻസ് അല്ല 1. നിൻ്റെ അമ്മ എൻ്റെ അമ്മ, നിൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ, നിൻ്റെ വീട് 1. ആമേൻ. നിൻ്റെ മോന് എൻ്റെ മോന്, അല്ലെ നിങ്ങളുടെ മോന്, ഇതുപോലെ ഒന്നായിരിക്കണം. കുഞ്ഞുങ്ങളത് കാണണം. അതിന് ഉദാഹരണം അങ്ങനെയുള്ളവരുടെ തലമുറയാണ് ശ്രേഷ്ഠമായ തലമുറയായി വരുന്നത്. നമുക്കതൊന്ന് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5-6. ലൂക്കോസ് 1:5-6. ഐക്യത, വണ്ണസ്. ആമേൻ. 2 പേര്, അതാണ് ആമോസിൽ പറഞ്ഞ പേര്. 2 പേരും ഐക്യതയോടുകൂടെ നടന്നില്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ സാധിക്കുന്നില്ലേ എന്നെഴുതിയിട്ടുണ്ട് ആമോസ് 3-ാം അധ്യായത്തിനകത്ത്. അതുകൊണ്ട്
ഈ ദിവസങ്ങളിൽ ഇവിടെ പറഞ്ഞു നിൽക്കുന്ന എലിസബത്തും സക്രായവും ദൈവത്തെ വിളിക്കുന്നവരായിരുന്നു. പാസ്റ്ററും പാസ്റ്ററോച്ചമ്മയായിരുന്നു. രണ്ടുപേരും എങ്ങനായിരുന്നു? നിഷ്കളങ്കരും. അവർ ഒരുപോലെ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? ഓ അച്ഛൻ പോവും, ഞാൻ വരുന്നില്ല. ഉപവാസ പ്രാർത്ഥന പാസ്റ്റർ പറയും. ഓ അതൊക്കെ അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞ് നമുക്ക് ഒക്കുവോ? നമുക്ക് ബിസിയുള്ള ആൾക്കാരല്ലേ അവരൊക്കെ പോയി. പണിയില്ലാത്തവരൊക്കെ പോയി. പണിയില്ലാത്ത ചെറ സഹോദരിമാരില്ലേ, ഇല്ലെങ്കിൽ ചില സഹോദരന്മാർ, അവരങ്ങനെയൊക്കെ കാണിച്ചോട്ടെ. ഒന്നായി ഐക്യത. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളത് വാച്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് പല കല്യാണാലോചനകൾ, പല കുഞ്ഞുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല. ഞങ്ങളോട് പറയും ഒന്ന് സംസാരിക്കണേ. അന്നേരം പറയും, എൻ്റെ ഡാഡി മമ്മിയുമായിട്ട് സ്റ്റക്കല്ലേ, ഇങ്ങനെയുള്ള മമ്മി അല്ലേ, എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഇല്ലെങ്കിൽ എൻ്റെ മമ്മി ഇങ്ങനെയുള്ള ഡാഡിയുമായി സ്റ്റക്കാ. എന്നും അടിയാ അവർ, എന്നും വഴക്കാ. അവർ കാണുന്നില്ല. നമ്മൾ പറയുമ്പോൾ ദൈവം, യേശു പ്രാർത്ഥിച്ച എന്താണ്? കർത്താവേ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഒന്നാകണം. ഈ ദിവസങ്ങളിൽ ഐക്യത ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം ചെയ്യുക, അച്ചാൻ്റെ വഴിക്ക് പോവുക. രണ്ടുപേരും അല്ല, രണ്ടുപേരും ഒരുപോലാകാൻ ദൈവത്തോട് ഈ ദിവസങ്ങളിൽ കരയണം. കർത്താവേ, ഒരുമിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിപ്പാൻ. രണ്ടുപേരും ഐക്യതയോട് പ്രാർത്ഥിച്ചാൽ വേറൊരു ശക്തി വെളിയിൽ നിന്ന് നമ്മളെ ജയിക്കാൻ കഴിയത്തില്ല. സഭയിൽ ഒന്നിച്ചിരുന്നാൽ വേറൊരു ശക്തിക്ക്, സഭയുടെ ഒരു ഹല്ലേലൂയ നമുക്കെതിരെ ഒരു ശക്തിയും നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഹൃദയം കൊണ്ട് ഒന്നായിരിക്കണം. അതിനായി ഇവിടെ എന്ത് പറ്റിയെന്നറിയാവോ? പിന്നെ അടുത്തതായിട്ട് നമുക്കറിയാം, അബ്രഹാമിൻ്റെ മകൻ്റെ പേര് ഇസാക്ക്, ഇസാക്കിൻ്റെ ഭാര്യയുടെ പേര് റിബേക്ക. പക്ഷേ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ലേ, ഏശാവും യാക്കോബും. അപ്പൻ ആരോട് ഇഷ്ടം? ഏശാവിനോട്. അമ്മയ്ക്ക് ആരോട് ഇഷ്ടം? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മൂത്ത മോനോട് ഒരു പ്രത്യേക സ്നേഹം, ഇളയ മോനോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ ദൈവം മുമ്പിൽ അത് നീതിയല്ല. ഒരു കുഞ്ഞിനെ 10 മാസം കൂടുതൽ ചുമന്നോ? എല്ലാവരെയും ഒരുമിച്ചല്ലേ, ഒരേപോലെ അല്ലേ? എല്ലാവരും വയറ്റിൽ നിന്നല്ലേ, നിങ്ങളുടെ ഗർഭപാത്രത്തിൽ നിന്നല്ലേ വന്നേ? അവരോട് കാണിക്കുന്ന അതൊക്കെ സൈക്കോളജിക്കലായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അഫക്റ്റ് ചെയ്യും. ഒരുപോലെ നടന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ദമ്പതികളായിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഒരു യോഹന്നാൻ പുറപ്പെട്ടത്. വഴിയൊരുക്കുന്ന ഒരു തലമുറ ഉണ്ടായതിൻ്റെ കാരണം ഐക്യത. ഇവിടെ എന്തു പറ്റി? നമുക്കറിയാം, കഥ അറിയാവുന്നതുകൊണ്ട് അതിനകത്തൊന്നും കയറുന്നില്ല. ഒരു വാക്യം മാത്രം വായിച്ചിട്ട് 27-42 മുതൽ 44 വച്ചിട്ട് ആ വിഷയം ഞങ്ങൾ വിടുകയാണ്. യാക്കോബ് വയറ്റിലായിരുന്നപ്പോഴേ റിബേക്ക ആലോചന ചോദിച്ചതാണ്. എൻ്റെ വയറ്റിൽ എന്താണ് 2 തലമുറ ജാതി തിക്കുന്നത് കണ്ടിട്ടില്ലേ? അന്നേ ദൈവം പറഞ്ഞതാ. എന്തുവാണ്? മൂത്തവൻ ഇളയവനെ. ഇത് പറഞ്ഞിട്ട് റിബേക്കായ, നിന്റെ വല്ലോ ഹെൽപ്പ് വേണമായിരുന്നോ? ദൈവത്തെ സഹായിക്കാൻ പോയതാ. പക്ഷെ എന്തു പറ്റിയെന്നറിയാവോ? റിബേക്കയുടെ ജീവിതത്തിൽ പിന്നെ യാക്കോബിനെ കാണാൻ പറ്റിയില്ല. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ആലോചന അല്ലാതെ നമ്മുടെ ബുദ്ധി കൂടുതൽ ശ്രൂഡ്, നമ്മുടെ സൂത്രങ്ങളൊക്കെ വെച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും, ചില കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞിനെക്കാട്ടിൽ മറ്റത് ചെയ്യാനായിട്ട് നോക്കിയുണ്ടല്ലോ, നാശമായിരിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ മാതാപിതാക്കൾ വിശ്വസ്തരായിരിക്കണം, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിലും കരുതുന്നതിലും. അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാം? ഇന്ന് അനേക ഭവനങ്ങളിൽ ഭിന്നത.
അസൂയ, പിണക്കം, ഇതെല്ലാം സംഭവിക്കുന്ന അനേക ദൈവമക്കളുടെ ഭവനങ്ങളിൽ തന്നെയാണ്. ആരാധനയ്ക്ക് വരുന്നുണ്ട്, എല്ലാവരും പെന്തിക്കോസുകാരാ, എല്ലാവരും സ്ഥാനപ്പെട്ടവരാ, പക്ഷേ സഹോദരങ്ങൾ തമ്മിൽ കണ്ടുകൂടാ. അതുകൊണ്ട് എന്താ കാരണമെന്നറിയാവോ? ചെറുപ്പത്തിലെ ഒരു സ്നേഹ വ്യത്യാസം കാണിച്ചു. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ക്രമീകരിക്കണം. അതനുസരിച്ച് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഒരു മോനോടോ മോളോടോ കൂടുതൽ സ്നേഹം കാണിച്ചു നടന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തതിൽ, അവർക്ക് പങ്കുവച്ചതിൽ, ഈ ദിവസങ്ങളിൽ നമ്മളതൊക്കെ വിശ്വസ്തയാചരിക്കണം. പിന്നെ നമുക്കറിയാം അമ്മായിയമ്മയും രൂത്തും, അല്ലേ, നവോമി, നഷ്ടമായ ഒരു തലമുറ എടുക്കാൻ ഐക്യതയോടെ രണ്ടുപേര് നിന്നു. ഒരു മരുമോള് പറയണം, എന്താണ്, നിന്റെ ദൈവം, അമ്മേ, നിന്റെ ജനം എൻ്റെ ജനം, നീ മരിക്കുന്നിടത്ത് അയ്യോ അമ്മായിയമ്മ എവിടാണ്ട് അങ്ങോട്ട് പോകുന്നില്ലെന്നല്ല, നമുക്കവിടെ താമസം വേണ്ട, ദൂരെ പോയി താമസിക്കാം. അത് ആഗ്രഹിക്കണം, സ്നേഹം കൊടുക്കാൻ. അഥവാ അങ്ങനെ മരുമക്കളോ മരുമോനോ കാണിച്ചാലും നമ്മുടെ സ്നേഹത്താൽ അവരെ വിൻ ചെയ്യണം. അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? നവോമി പറഞ്ഞതൊക്കെ കേട്ടു. അവൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അധ്വാനിച്ചപ്പോഴും എന്താണ്, അമ്മായിയമ്മയ്ക്ക് വേണ്ടിയുള്ളത് മാറ്റിവെച്ചു. അതുകൊണ്ടാണ് ബോവസ് അത് കേട്ടു. ഉത്തമ സ്ത്രീ എന്ന, ആമേൻ, ഞാൻ കേട്ടു, ദേശമറ് പറയുന്നു, ആമേൻ. അങ്ങനെ ഉള്ളവരാണ്, ഹല്ലേലൂയ, അവള് പറക്കാത്തതും അവള്, ഹല്ലേലൂയ, വിതയ്ക്കാത്തതുമായിട്ടുള്ള വയല്, ആമേൻ, അവക്ക് കിട്ടിയതിന്റെ കാരണം അവൾ ഉത്തമ സ്ത്രീ ആയിരുന്നു. ഈ ദിവസങ്ങളിൽ നീ വിതയ്ക്കാത്തതും നീ, ഹല്ലേലൂയ, അധ്വാനിക്കാത്തതുമായിട്ടുള്ള വയൽ കിട്ടുവാൻ ഈ ദിവസങ്ങളിൽ, ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ഐക്യത പ്രാപിക്കണം. ഈ ഗൃഹനിർമ്മാണത്തിന് പ്രത്യേകമായി അവർ ഇരുവരുമല്ലോ ഗൃഹം പണിതത് എന്ന്, ഇസ്രായേൽ ഗൃഹം പണിതത് എന്ന് രൂത്തിന്റെ പുസ്തകത്തിൽ റാഹേലിനെയും ലേയെയും പറ്റി പറയുന്നുണ്ട്. ഈ ഗൃഹനിർമ്മാണ പ്രവൃത്തി നടത്തിയ രണ്ട് സഹോദരിമാർ, അതായത് ഗോത്രപിതാക്കന്മാരുടെ അമ്മമാരായിരുന്ന ആ രണ്ട് സഹോദരിമാരുടെ ജീവിത രീതി, പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും സഹോദരിമാർക്ക് വളരെ പ്രയാസകരമായി അഭിമുഖീകരിക്കേണ്ടി വരുന്ന, പ്രയാസകരമായി മുന്നോട്ട് പോകേണ്ടി വരുന്ന ആ പ്രത്യേക സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയ രണ്ട് സ്ത്രീകളാണ് ലേയയും റാഹേലും. റാഹേലിൻ്റെ ഒരു നിലവിളി യിരെമ്യാ പ്രവചനത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസി അതൊക്കെ വ്യക്തമായിട്ട് പറയും. അങ്ങനെ ഗൃഹനിർമ്മാണ സംബന്ധമായിട്ട് സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ പലവിധമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും അതൊരു സക്സസ്ഫുൾ കംപ്ലീഷനായിട്ട്, അതിനെ വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് എങ്ങനെ സാധിച്ചു എന്നുള്ള വിഷയം നമുക്ക് അല്പമായി ചിന്തിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുടുംബജീവിതത്തിലെ വിശ്വസ്തതയെപ്പറ്റി. ഇന്ന് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ സ്വാതന്ത്ര്യം നമ്മളുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെ തകർത്ത് കളയുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ആ അന്തരീക്ഷത്തിൽ ആ വിശ്വസ്തത പാലിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ പറ്റിയും അല്പമായി നമുക്ക് കേൾക്കാം. യാക്കോബ് ആരെയാ സ്നേഹിച്ചത്? റാഹേൽ, ഇല്ലേ? പക്ഷേ ലേയ പലതും അവള് ഓർത്തു, ഒരു കുഞ്ഞിനെ ചെന്നപ്പോൾ സ്നേഹം കിട്ടുമെന്നൊക്കെ, അല്ലേ? പക്ഷേ അവൾ 3 കുഞ്ഞുങ്ങൾ മനസ്സിലായപ്പം മനസ്സിലായി എന്താണ്, അതുകൊണ്ടൊന്നും സ്നേഹം കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തോ 4ാമത്തെ കൊച്ചിനെ എന്തോ പേരിട്ട് യഹൂദ സ്തുതിക്കാൻ തുടങ്ങി. പല സഹോദരിമാരായിരിക്കുന്നവർക്ക് കുടുംബജീവിതത്തിൽ വേണ്ടത്ര സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അത് അടുക്കാനിടയാക്കട്ടെ. സ്നേഹം ദൈവത്തിൽ നിന്ന് അത് ഫുള്ളാക്കട്ടെ. ഭർത്താവിൽ നിന്ന് കിട്ടാത്തത് ദൈവത്തിൽ നിന്ന് കംപ്ലീറ്റ് ആക്കണം. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? ലേയ സ്നേഹിക്കാൻ ആദ്യം കഴിഞ്ഞില്ലെങ്കിലും അവസാനം യാക്കോബ് യോസഫിനെ വിളിച്ചു പറയുന്നുണ്ട്,
എന്നെ അടക്കുമ്പോൾ എവിടെ അടക്കണമെന്നാ പറഞ്ഞേ? ലേ അടുത്ത്. ഹല്ലേലൂയ. അവിടെ അടുത്ത് വേണം. അവിടെ ക്ഷമ, അവിടെ സഹിഷ്ണുത. ചുമ്മാതല്ല, അവിടെ കുഞ്ഞുങ്ങളിൽ നിന്നാണ് യഹൂദ, ദൈവത്തിൻ്റെ ഗോത്രം ഉണ്ടായത്. യഹൂദ ഗോത്രം എവിടുന്നാണ് ഉണ്ടായത്? ലേയുടെ മകനിൽ നിന്നാണ്. അതേ സമയത്ത് തന്നെ റേച്ചലിനെ കുറിച്ച്, റേച്ചല് കരയുന്ന, ദൈവസന്നിധാനത്തിൽ നിലവിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അവക്ക് ദൈവം ഗർഭം അടച്ചതുകൊണ്ടാണ് ഹന്നായുടെ ജീവിതത്തിലും നമുക്കറിയാം, റേച്ചലിൻ്റെ ജീവിതത്തിലും ദൈവം ചിലതൊക്കെ അടച്ചത് മുഖാന്തരം അവരുടെ നിലവിളി, ആമേൻ, ചരിത്രത്തെ ചിലതൊക്കെ മാറ്റിയതാണ്. തലമുറയുടെ ജീവിതത്തിൽ ചിലതൊക്കെ മാറ്റി. ഹന്നയുടെ ജീവിതത്തിലാണേലും ഇവിടെ റേച്ചലിൻ്റെ ജീവിതത്തിലാണേലും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, റേച്ചലിന് വന്ന ഒരു കാര്യം ഒന്ന് വായിക്കണേ. ഉൽപ്പത്തി 31:34, 35. നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിക്കണേ. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ട് അതിന്മേൽ ഇരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെയും തിരിഞ്ഞു നോക്കി കണ്ടില്ല താനും. അവൾ അപ്പനോട്, യജമാനൻ കോപിക്കരുതേ, നിന്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ശോധന കഴിച്ച് ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ല താനും. അപ്പോൾ യാക്കോബിന് കോപം ജ്വലിച്ചു. അവൻ ലാബാനോട് വാദിച്ചു. യാക്കോബ് ലാബാനോട് പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ കുറ്റം എന്ത്? നീ ഇത്ര ഉഗ്രതയോട് എൻ്റെ പിന്നാലെ ഓടി വരേണ്ടതിന്. ഒട്ടകക്കോപ്പിനകത്തിട്ട് അതിന്മേൽ ഇരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി കണ്ടില്ല താനും. അവൾ അപ്പനോട്, യജമാനൻ കോപിക്കരുതേ, നിന്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ശോധന കഴിച്ചു, ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ല താനും. ഒരു മിനിറ്റ്. ഈ കള്ളം പറയുന്നതിൽ സൂക്ഷിക്കണേ. നമ്മുടെ കുഞ്ഞുങ്ങൾ കള്ളം പറയുന്നവരായി തീരും. സഹോദരിമാർ അച്ചായൻ്റെ വഴക്ക് കിട്ടാതിരിക്കാൻ ഒരു പച്ചക്കള്ളം, നല്ല കള്ളമല്ല, അതെല്ലാം പിള്ളേർക്കറിയാം, അവർ കേൾക്കുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. ഇവിടെ എന്ത് പറ്റി? റാഹേല് എന്തോ വിഗ്രഹത്തിൻ്റെ മണ്ടയിലിരിക്കുകയാണ്. എന്തുവാന്നാ പറഞ്ഞേ? മാസം മുറയാണ്, അതുകൊണ്ട് എണീക്കാൻ വയ്യ. പക്ഷേ എങ്ങനെ അവൾ മരിച്ചത്? രക്തം വാർന്നാണ്. അവിടെ വാക്കുകളൊക്കെ വെരി ഇമ്പോർട്ടൻ്റ്. ദൈവസന്നിധാനത്ത് ഇതൊക്കെ കണക്ക് പറയണം. അത് വലിയ ഇമ്പോർട്ടൻ്റാണ്. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഒരിക്കൽ എന്നോട് അച്ചായൻ ചോദിച്ചു ലെറ്റർ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ അത്യാവശ്യമുള്ള ഒരു ലെറ്ററാണ്. ഞാനിങ്ങനെ മീറ്റിംഗ് എല്ലാം നടന്ന് വന്ന് പിള്ളേരെയൊക്കെ കഴിഞ്ഞ് 5:10 ആയപ്പോൾ ഓർക്കുന്നു, അയ്യോ അച്ചായൻ പറഞ്ഞല്ലോ. അന്നേരം ഞാൻ വണ്ടിയെ പിള്ളേരുണ്ട്, ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് ട്രബിളാണ്, ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ മറന്നുപോയി. പിള്ളേരെല്ലാം കേട്ടതാണ്. വൈകിട്ട് വന്ന് കഴിക്കാൻ നേരമായപ്പോൾ എന്നോട് ചോദിച്ചു ലെറ്റർ പോസ്റ്റ് ചെയ്തോ? ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു. പിള്ളേർ അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ അത് കള്ളമല്ലേ പറഞ്ഞേ. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്ക് അവരനുസരിക്കണമെങ്കിൽ, സത്യസന്ധതയുള്ള അമ്മയാണെങ്കിൽ അമ്മ പറയുന്ന പോലെ തന്നെ സംഭവിക്കും. പരിശുദ്ധാത്മാവ് എന്നോട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. അതിനുള്ള നമ്മൾ അഥവാ തെറ്റിപ്പോയിട്ടെങ്കിൽ ഞാനാണ് അച്ഛാ എല്ലാ പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഐ എം സോറി എന്ന് പറയാൻ ഉള്ള വിനയം ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്കതറിയാം. അതുമാത്രമല്ല, അച്ഛൻ വരുമ്പോഴത്തേക്കും ഇപ്പം സെൽഫോണുകളുണ്ട്, ടി വികളുണ്ട്. എന്തുകൊണ്ടാണ് ഒന്നും ഉണ്ടാക്കിയില്ലയോ? അയ്യോ അച്ഛാ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ശരീരത്തിലൊക്കെ, ഇല്ല തീരെ വയ്യായിരുന്നു.
അതുകൊണ്ടാണോ വിശ്വസ്ത ആചരിക്കണം? ഇതൊക്കെ കാണുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ബഹുമാനിക്കുന്നതും എല്ലാം എങ്ങനെയാണ്, എന്തുകൊണ്ടെന്നറിയാവോ? ഇസാക്ക് ഇവിടെ കൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഒരു ഉദാഹരണമായിട്ട് ഇസാക്ക് അബ്രഹാം കുഴിച്ച കിണർ കുഴിക്കാൻ ചെന്നു. അവിടെ ഉള്ളവർ ഫെലിസ്തീർ വഴക്കുണ്ടാക്കിയപ്പോൾ എന്തോ ഇസാക്ക് ചെയ്തത്? മാറി വേറെ കുഴിച്ചു. പറയല്ലോ, എന്താടാ നിനക്ക്, എൻ്റെ അപ്പൻ്റെ കിണറാ, അങ്ങനെയാണോ പറഞ്ഞേ? ഇതെവിടുന്നാ കിട്ടിയത് ഈ സ്വഭാവം? ലോത്തിൻ്റെ വേലക്കാരുമായി ശണ്ടയിട്ടപ്പോൾ എന്തുവാ അബ്രഹാം പറഞ്ഞത്? ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 13:8. നാം സഹോദരന്മാരല്ലോ, അതുകൊണ്ട് എന്താണ്? പിണക്കമുണ്ടാകരുത്. നമ്മുടെ ഭവനത്തിൽ പിണക്കമുണ്ടോ? അമ്മയോടോ, സിസ്റ്ററിനോടോ, മരുമക്കളോടോ? ഇവിടെ എന്തോ അബ്രഹാം പറയുന്നത്? നീ വേണമെങ്കിൽ എടുത്തു, പിണക്കം വേണ്ട. ഇഷ്ടമുള്ളതല്ലേ? കാരണം അബ്രഹാമിൻ്റെ അനുഗ്രഹം ലോത്തിനെ ആശ്രയിച്ചല്ല. അവൾ ഫലഭൂഷ്ടിയായിട്ടുള്ള സ്ഥലം എടുത്താലും അബ്രഹാമിനെ വിളിച്ചവൻ ആരാന്നറിയാം? ഹല്ലേലൂയ. നീ ഇഷ്ടമുള്ള എടുത്തോ, എൻ്റെ ദൈവം എന്നെ ഹല്ലേലൂയ അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് ഇസാക്കിൻ്റെ ജീവിതത്തിലും എന്തുവാണ്? സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരാന്ന് വിളിക്കുന്നത്. നമ്മളെ വഴക്കടിക്കുന്നവളായിട്ടാണോ അറിയുന്നത്? ഹല്ലേലൂയ. പിണക്കം ഉണ്ടാക്കുന്നവരായിട്ടാണ് അറിയുന്നത്. ഈ ദിവസങ്ങളിൽ ആമേൻ നമ്മൾ ഹല്ലേലൂയ ഈ നമ്മുടെയൊക്കെ ദൈവമക്കളെന്ന് പറയുമ്പോൾ എന്തുവാ? ബ്ലെസ്സഡ് ആർ ദ വൺ ഹു പീസ്, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. സമാധാന പ്രഭുവിനെയാണ് കൊണ്ട് നടക്കുന്നത്. അതിൻ്റെ ഗുണം എന്തെന്നറിയാവോ? നമ്മുടെ തലമുറയും സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. വഴക്കാളികളാണോ അവരുടെ കുഞ്ഞുങ്ങളും വഴക്കാളികളായിരിക്കും. അവരും എല്ലാം ഒന്ന് പറയുമ്പോൾ രണ്ട്, അതാണ് അവർ കണ്ടിട്ടുള്ളത്. അവരുടെ അപ്പനും അമ്മയും അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ അടിയുണ്ടാക്കുന്നവരായി തീരും. അതുകൊണ്ട് അതിൽ മാതൃകയുള്ളവരായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. കർത്താവേ, എനിക്ക് എന്ത് കേട്ടാലും അഥവാ എന്തെങ്കിലും നഷ്ടം വന്നാലും നഷ്ടമായിക്കോട്ടെ, ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവളായി തീരുമെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. ആമേൻ. ജെരമായ 31:15 മുതൽ നോക്കിയാൽ എന്തുവാണ്? റേച്ചലിൻ്റെ കരച്ചിൽ കേൾക്കാം അല്ലേ? രാമയിൽ കേൾക്കുന്ന ആരുടെയായിരുന്നു? രാമയിൽ കേട്ട കരച്ചിൽ ഹന്നായുടെ. റേച്ചലിൻ്റെ കരച്ചിൽ, റാഹേലിൻ്റെ കരച്ചിൽ എന്തുവാണ്? മക്കളെക്കുറിച്ച്. ആർക്കും അവളെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. യെരമ്യാവ് 31:15 അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തൻ്റെ മക്കളെ കുറിച്ച് കരയുന്നു, അവർ ഇല്ലായകയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. അങ്ങനെ കരയുന്ന അമ്മമാരുണ്ടെങ്കിൽ ഓർത്തോണേ, റാഹേൽ അങ്ങനെ കരഞ്ഞതുകൊണ്ട് റാഹേലിൻ്റെ ബെഞ്ചമിൻ അല്ലേ, ബെന്യാമിനും യോസഫും, നമുക്കറിയാം യോസഫിനെ ദൈവം മാനിച്ചു. ബെന്യാം ഗോത്രത്തെക്കുറിച്ചൊന്ന് പറയട്ടെ. ഇസ്രായേൽ ജനം രാജാവ് വേണമെന്ന് പറഞ്ഞപ്പം രാജാവ് വരുന്ന യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. യഹൂദ ഗോത്രത്തിൽ രൂബേൻ പാപം ചെയ്തതുകൊണ്ട് 10 തലമുറയിൽ നിന്ന് ഒരു ദൈവത്തിന് തിരഞ്ഞെടുക്കാനൊക്കത്തില്ല. 10ാം തലമുറ കഴിഞ്ഞിട്ടാണ് ഇശായി 11ാമത്തെയാണ്. അതിൽ നിന്ന് ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പാണ് ഇസ്രായേൽ മക്കൾ രാജാവിനെ വേണമെന്ന് പറഞ്ഞ്. ദൈവം അന്നേരം ബെഞ്ചമിൻ ഗോത്രക്കാർ ചെന്നായി പോലുള്ളവനാണ്, കടിച്ചു കീറുന്നവനാ,
എന്നൊക്കെയാ ഗോത്രക്കാരൻ്റെ ഗുണങ്ങൾ. പക്ഷെ ഒരു അമ്മയുടെ പ്രാർത്ഥന മുഖാന്തരം ദൈവം അങ്ങനെ ഹല്ലേലൂയ, ചെന്നാ പോലെ കീറുന്ന ഗോത്രത്തിൽ നിന്ന് ഒരു ഹല്ലേലൂയ ആദ്യത്തെ രാജാവിനെ തെരഞ്ഞെടുത്തു, ഒരു ശൗലിനെ പൗലോസാക്കി. ഹല്ലേലൂയ. നമ്മുടെ തലമുറ എത്ര കടിച്ചു കീറുന്നതാണേലും നിന്റെ പ്രാർത്ഥന കൊണ്ട് രൂപാന്തരപ്പെടുത്തി ദൈവം ഹല്ലേലൂയ അവരെ ഓർക്കുന്ന ദൈവമാണെന്നും കൂടെ പറഞ്ഞോട്ടെ. സഹോദരിമാരുടെ സുവിശേഷീകരണ ദൗത്യത്തെ പറ്റിയാണ്. നാം വിചാരിക്കും നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ വീടിനുള്ളിൽ ഒതുക്കിക്കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പോകാമെന്നത്. സഭാ ശുശ്രൂഷകനും പാസ്റ്ററുടെ ഭാര്യയ്ക്കും ഒക്കെയാണ് സുവിശേഷീകരണത്തിൻ്റെ ഉത്തരവാദിത്തമെന്ന്. എന്നാൽ ദൈവവചനം നാം പരിശോധിക്കുമ്പോൾ എല്ലാ സഹോദരിമാരും പർട്ടിക്കുലറായി സുവിശേഷീകരണത്തിൽ പ്രത്യേകമായ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യാനുള്ളവരാണ്. അത് സംബന്ധമായി ചില കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസി ഓർപ്പിക്കും. വിശേഷ വേളയിൽ എനിക്കറിയാം എൻ്റെ മാതാവ് അമേൻ ആ കാലത്തൊക്കെ സഹോദരിമാരാരുമില്ലാഞ്ഞ സമയത്താണ്. പക്ഷെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ആദ്യകാലത്തെ പറഞ്ഞ പോലാണ് അമ്മയുടെ കുറിച്ചെഴുതിയ ഒരു പുസ്തകം സാലി സിസ്റ്ററാണ്. കർത്താവിൻ്റെ ദാസി ഒത്തിരി 1 വർഷത്തിൽ കൂടുതൽ സമയം 2 വർഷം എടുത്ത് അത് പലരും അവരുടെ സുവിശേഷ വേലയിൽ പിന്നെ മുന്നോട്ട് വന്നവരെ സാക്ഷ്യം ഒക്കെ വെച്ച് എഴുതിയിരിക്കുന്ന അത് എഴുതിയതിൻ്റെ കാരണം ചോദിച്ചതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു അന്ത്യകാലത്ത് സഹോദരിമാർ നമ്മൾ ഓർക്കുമല്ലോ ഈ കാലങ്ങളിൽ വായിച്ചിട്ടുള്ളവർ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറൻസ് എസ്പെഷ്യലി കൃപാവരങ്ങളും ഡെലിവറൻസിൽ കൂടെ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെ ദൈവം ആവശ്യമുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. ഇവിടെ നമുക്കറിയാം മറിയയും മറ്റുള്ള സഹോദരിമാരും ഉയർപ്പിൻ്റെ ദിവസം എന്താണ് സുഗന്ധം കൊണ്ട് വന്നു അല്ലേ, കല്ലാരാ ഉരുട്ടി മാറ്റുന്നതെന്ന് കണ്ടില്ലേ എന്ന് കൊണ്ട് വന്നതാണ്. പക്ഷേ നമുക്കറിയാം ദൂതൻ അത് ഉരുട്ടി മാറ്റിയിട്ട് പിന്നെ ആ സുഗന്ധം എന്തായെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അവരൊരു സുഗന്ധമായി മാറി, സുവിശേഷത്തിൻ്റെ സുഗന്ധമായി മാറി. യേശുവിനെ ആരാധിക്കാൻ വന്നവർ ആമേൻ അവരാണ് ആദ്യത്തെ സുവിശേഷം പറയുവാൻ. They became the apostle of apostles എന്നാണ് എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. കാരണം ദൈവത്തെ ആരാധിക്കുവാൻ അതിരാവിലെ ഹല്ലേലൂയ അവർ യേശുവിനെ അടുക്ക വന്നു. ഹല്ലേലൂയ. അവർക്കറിയാം, നമുക്കത് കഥയെല്ലാം അറിയാം അല്ലേ. അങ്ങനെ മറിയയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:2-3 ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദകയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത്. പൗലോസിൻ്റെ കൂടെ സഹോദരിമാരെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ആരും സഹോദരിമാർക്ക് പങ്കില്ല എന്ന് പറയുന്നതിൽ പിന്നെ ഇത് വചനം നല്ലതായിട്ട് പറയുന്നുണ്ട്. കർത്താവ് ആ കാലത്തും ദൈവം ഉപയോഗിച്ചു. അതുകൂടാതെ സഭയിൽ ഉപയോഗിച്ചവരില്ലേ. സഹോദരിമാർക്ക് എത്രമാത്രം ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ, അത് മാത്രമല്ല ഒരു മെൻറ്ററായി അനേകരെ കുഞ്ഞുങ്ങളെയാണെങ്കിലും നമ്മുടെ സ്വന്തം മക്കളെ മാത്രമല്ല സഭയിലുള്ള മറ്റു കുഞ്ഞുങ്ങളെയും സഭയിലെ മറ്റ് വളർന്നു വരുന്ന യൗവനക്കാരെയും ഒക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചും അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകിയുമൊക്കെ എങ്ങനെ ചില സമയങ്ങൾ ചില പ്രത്യേക ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടുന്ന ഉത്തരവാദിത്വം സഹോദരിമാർക്ക് കടന്നു വരും. അത് തക്ക സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്യുവാൻ ചില വേദ വനിതകൾ അങ്ങനെ അവരുടെ ദൗത്യം നിർവഹിച്ചവരുണ്ട്. അവരെ പറ്റി 1-2 വാക്കുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടാതെ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ അവരെ വളർത്തിയെടുക്കുവാൻ നിങ്ങൾ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവർ ഈ നാളുകൾ കാണണം, കർത്താവിൻ്റെ സന്നിധാനത്തിൽ കൊണ്ടുവെക്കുവാൻ. അപ്പോളോ എന്ന പിന്നെ ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 16 സമയമില്ലാത്തതുകൊണ്ട് നമുക്കറിയാം. ലിദിയ അല്ലേ ആദ്യമായി സുവിശേഷം ഫിലിപ്പൈൻസിൽ അല്ലേ മാസിഡോണിയ ഗോൾ കഴിഞ്ഞിട്ട് പൗലോസ് വന്നപ്പം കണ്ടത് ആദ്യത്തെ യൂറോപ്പിലെ സുവിശേഷം തുടങ്ങിയത് ലുദിയ മുഖാന്തരമാണ്. പിന്നെ നല്ലതായിട്ട് യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിവുള്ള അപ്പോളോ എന്ന് പറയും മലയാളത്തിൽ അപ്പല്ലോസിനെ കുറിച്ച് പ്രസംഗം കേട്ടപ്പോൾ നല്ല
യൗവനക്കാരനാണ്. പക്ഷേ ഒരു കുറവുണ്ട്. ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നല്ല അറിവില്ലെന്ന് കണ്ടപ്പോൾ വീട്ടിൽ വിളിച്ച് അത് പഠിപ്പിച്ചതായിട്ട് പ്രിസില്ല. അക്വില ആൻഡ് പ്രിസില്ലയെക്കുറിച്ച് പറയുമ്പം പൗലോസിന് വലിയൊരു ആശ്വാസമായിരുന്നു അവർ. അതുകൊണ്ട് ഓർത്തോണേ, നമ്മൾ നമ്മുടെ സഭയിൽ തന്നെ ഒരാളെയെങ്കിലും ആത്മീയ പുത്രന്മാരായിട്ട് എടുത്തു വിളിക്കുകയും അവരെ കൊണ്ടുപോവുകയും വീട്ടിലിരിക്കുകയും അവരുടെ ബർത്ത്ഡേക്ക് വല്ലതും കൊടുക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുകയും അങ്ങനെ വളർത്തിയെടുക്കുന്ന ആത്മീയ പുത്രന്മാരും പുത്രിമാരും കാണട്ടെ. ഹല്ലേലൂയ. അതുകൂടാതെ പ്രിസില്ല, പിന്നെ ഫേബായെ അറിയാം. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിനകത്തറിയാം, ഒരു ഡീക്കനായിരുന്നു. പിന്നെ അതുകൂടാതെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഭർത്താക്കന്മാർ സ്പിരിച്വലായിട്ട് ലീഡർ അല്ലെങ്കിൽ നമ്മൾ അത് ലീഡർഷിപ്പ് റൈസപ്പ് ആസ് എ ലീഡർ. അതിന് പുറപ്പാട് 4-ാം അധ്യായം 24 മുതൽ 26 വരെ. പുറപ്പാട് 4:24 മുതൽ 26. ഇവിടെ എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരേറ്റു കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ്റെ കാൽക്കലിട്ടു. നീ എനിക്ക് രക്തം മണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. ആമേ. അവിടെ വഴക്കുണ്ടാകാതിരിക്കാൻ മോസസ് ഒരു മീക്ക്മാനായിട്ടായിരിക്കാം, എന്തുവാന്നേലും സിപ്പോറ സർക്കംസിഷന് സമ്മതിച്ച് കാണത്തില്ലായിരിക്കാം, അവൾക്ക് കുറ്റബോധം ഉണ്ടായി കാണാം. പക്ഷേ ഈ ദൈവം മോശയെ വിളിച്ചു കഴിഞ്ഞിട്ട് ഫറവോൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ ദൂതൻ മോശയെ കൊല്ലുവാൻ നോക്കിയെന്ന. പെട്ടെന്ന് സിപ്പോറയ്ക്ക് കാര്യം മനസ്സിലായി. പരിച്ഛേദന ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ നിയമമായിരുന്നു, ഒരു കവനന്റ്. അവളത് മനസ്സിലാക്കി പെട്ടെന്ന് സമയത്തിന് ചെയ്തു. അബിഗേലിനെ കുറിച്ചറിയാം, ഭർത്താവ് ദേഷ്യക്കാരനായിരുന്നു. ദേഷ്യക്കാരനായിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം, 1 ശമൂവേൽ 25 പോയി, സമയമില്ലാത്തതുകൊണ്ട് തൊട്ട് പറയുന്നേ ഉള്ളൂ. പക്ഷേ ദാവീദിനോട് പോലും ചോദിക്കാതെ ആ ദേഷ്യത്തിന് അതിൻ്റെ കോൺസിക്വൻസസ് ദാവീദ് വരുന്നതിന് മുമ്പേ അവൾ പരിജ്ഞാനമുള്ളവർ ഭവനത്തെ പണിയുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവൾ മനസ്സിലായി, പരിച്ഛേദന കൊണ്ടാണെന്ന് അവൾക്ക് ഉടനെ മനസ്സിലായി. അവൾ തന്നെ ഉടനെ ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞില്ല, സ്ത്രീ ആയതുകൊണ്ട് പരിച്ഛേദന ചെയ്തതുകൊണ്ട് ഞാൻ അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞോ? പുരോഹിതനാണ് അത് ചെയ്യേണ്ടത്, 8-ാം നാളിലാണ് ചെയ്യേണ്ടത്, നീ ചെയ്യാഞ്ഞതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കത്തില്ലെന്ന് എഴുതിയോ? കാരണം മോശ ചെയ്യാഞ്ഞപ്പോൾ ഭാര്യ അത് ചെയ്തു. ദൈവത്തിൻ്റെ നിയമം ഭവനത്തിൽ കുടുംബജീവിതത്തിൽ ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ അതനുസരിച്ച് കാഴ്ചപ്പാടുള്ള ഭാര്യ അത് ചെയ്തിരിക്കണം. ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവത്തിൻ്റെ ശിക്ഷാവിധി, ദൈവത്തിൽ നിന്ന് കടന്നു പോകുവാൻ സഹോദരിമാരെ, അച്ഛൻ സമ്മതിക്കാൻ കൊണ്ട് ഞാൻ ചെയ്യാതിരുന്ന, അച്ഛൻ സ്നാനപ്പെടുമ്പോൾ ഞാൻ സ്നാനപ്പെടാനിരിക്കുക, ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്നാനപ്പെടാനിരിക്കുക. രക്ഷിക്കപ്പെടുന്നതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് സ്നാനം. ഇത് രണ്ടും ഒരുപോലെ നടക്കേണ്ടതാണ്. ഹൃദയത്തിൽ രക്ഷിതാവിനെ സ്വീകരിച്ചത് സാക്ഷിയായി നിൽക്കേണ്ടത് ചുമതലയാണ്. അത് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാനല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി നമ്മൾ ചൂട്ടടിയെടുക്കണം. സുവിശേഷ വേലയിലുള്ള ദൗത്യം ഇവിടെ വിവരിച്ച് കേൾക്കുവാനിടയായി തോന്നുന്നല്ലോ. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഒത്തിരി സഹോദരിമാർ ഇന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ, വളരെ ശക്തമായി കർത്താവിന് പ്രയോജനപ്പെടുന്നവർ. എന്നാൽ അവരവരുടെ ജീവിതത്തിൽ വിജയകരമായി സുവിശേഷ വേല ചെയ്യണമെങ്കിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അവർ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർക്കുണ്ടാകേണ്ട വിവേചനത്തിൻ്റെ ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ അവർ വ്യക്തിപരമായ ജീവിതത്തിലും അവരുടെ ആത്മീയ ജീവിതത്തിലുമൊക്കെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ ചുരുക്കം വാക്കുകളിൽ ആ കാര്യങ്ങൾ കൂടി ഒന്ന് വിവരിക്കാം. ഇവിടെ 2 രാജാക്കന്മാർ 4:9 ഒന്ന് വായിച്ച്. കാരണം എത്ര പഠിച്ചാലും പഠിക്കാത്തവർ എന്നാണ് 2 തിമോത്തിയോസ് സഹോദരിമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഭവനങ്ങളിലാണ് പലരും നുഴഞ്ഞു കയറും. അന്ത്യകാലത്ത് പ്രവാചകരെന്ന് പറഞ്ഞ് ഭവനത്തിൽ കയറും. അതുകൊണ്ട്
ഡിസേൺമെൻ്റ് ഉണ്ടായിരിക്കണം. ആരാണ് യഥാർത്ഥമായ ദൈവപുരുഷൻ? ഒന്ന് വായിച്ചേ 2 രാജാക്കന്മാർന്ന. പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാർ അപ്രൂവ് ചെയ്യാത്ത ഒരു കുഞ്ഞുങ്ങളും വീട്ടിൽ വരരുത്. പിശാച് ഉപയോഗിക്കും. ഇല്ലാത്തപ്പോൾ ആര് വിളിച്ചാലും ഫോൺ എടുക്കരുത്. എന്നെ മീറ്റിങ്ങിനൊക്കെ സഹോദരന്മാരാരെങ്കിലും വിളിച്ചാൽ ഞാൻ പറയും, അച്ഛൻ വരുമ്പോൾ ഞാൻ നമ്പർ തരാം, ചോദിച്ചേക്കാം. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഏലീശ ആ വഴിയായി പോകുമ്പോൾ എന്തിനാ ഭക്തൻ എന്നല്ല, വിശുദ്ധനായ ഒരു മനുഷ്യൻ. അത് ഭാര്യയ്ക്ക് മാത്രമല്ല തോന്നിയത്, ഭർത്താവിനും തോന്നി. അതുകൊണ്ടാണ് ഒരു മുറി പണിയണമെന്ന് പറഞ്ഞപ്പോഴും ഭർത്താവും പറഞ്ഞു ഓക്കെ, വീട്ടിൽ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ്. വേറൊരു പുരുഷൻ്റെ കൂടെ വാഹനത്തിൽ കയറരുത്. ഒരു പുരുഷനോട് തന്നെ ഇരുന്നോണ്ട് സംസാരിക്കരുത്. ഇതൊക്കെ പാലിച്ചൊക്കത്തുള്ളൂ. ദുഷ്ടൻ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു നിമിഷം മതി. അച്ചായനെക്കാട്ടിൽ എന്ത് നല്ലതായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്. അച്ചാൻ ഇത്രയും സ്നേഹമില്ല. സൂക്ഷിക്കണം. പിശാച് ഈ നാളുകളിൽ കുടുംബജീവിതത്തെ നശിപ്പിക്കുവാൻ നോക്കുന്ന തിരിച്ചറിയണം. സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പ്രവാചകനാണല്ലോ, ദൈവപുരുഷനാണെന്നോർത്തൊക്കെയാ. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ നാളുകളിൽ പല വേഷം ധരിച്ച് അന്ത്യകാലത്ത് വരും, സൂക്ഷിക്കണം. അതുകൊണ്ട് ആ കാര്യത്തിൽ, കാരണം നമുക്ക് കർത്താവ് പിന്നെ വേല ഇങ്ങനെയൊക്കെയാണ്. ഓരോരുത്തരുടെയും കുടുംബജീവിതം മാത്രമല്ല, നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടും. ദൈവം എന്തോ എഴുതിയേക്കുന്ന ടൈറ്റസിനകത്ത്, നിങ്ങളുടെ സാക്ഷ്യമില്ലേ? അല്ല, ആദ്യത്തെ വാക്യം തുടങ്ങിയപ്പോൾ എന്തോ എഴുതിയേക്കുന്നത്? 2:4 വായിച്ചേ. ദൈവവചനം ദുഷിക്കപ്പെടരുത്. അതുകൊണ്ട് ദുഷിക്കാതിരിക്കുന്നതിന് ഈ വക ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ നാളുകളിൽ പിശാച് പല വിധത്തിലാണ് പോരാടുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലും എലീശായുടെ ആമേൻ ഹല്ലേലൂയ ദൈവപുരുഷനെന്ന് മറ്റുള്ളവരറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. അങ്ങനെയുള്ളവരെ ആമേൻ ഹല്ലേലൂയ കൈക്കൊണ്ടാൽ അനുഗ്രഹവുമാണ്. വളരെ അത്യാവശ്യമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട, കുറിക്കൊള്ളേണ്ട ചില പ്രധാന വിഷയങ്ങൾ. ഇതൊന്നും ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല. 2-3 ദിവസങ്ങൾ എടുത്താലും ഈ കാര്യങ്ങൾ പറഞ്ഞു തീരത്തില്ല. അത്രയേറെ വിഷയങ്ങളുണ്ടെങ്കിലും ചുരുക്കം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾക്ക് ശ്രദ്ധിക്കുവാനിടയായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചന പ്രകാരം ദൈവത്തിന് പ്രസാദമായ നിലയിൽ കുടുംബത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും സൂക്ഷിച്ചുകൊണ്ട് സുവിശേഷീകരണത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ദൈവത്തിന് പ്രയോജനമാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ വീട്ടിലെ അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഭിമാനമായി തീരത്തക്കവണ്ണം ആ അമ്മയിലൂടെ ഒരു ആത്മീയ പൈതൃകം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കത്തക്കവണ്ണം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു അമ്മയെപ്പറ്റി കൂടെ വളരെ ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സെക്ഷനെ അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ ദാസി ചില വാക്കുകൾ കൂടി സംസാരിക്കും. എൻ്റെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതുമാത്രമല്ല, അമ്മയ്ക്കൊരു ദർശനമുണ്ടായിരുന്നു. അന്ത്യകാലത്തൊരു ഉണർവുണ്ടാകും. ആ ഉണർവിന് എൻ്റെ മകൾ കാണണം. അതെന്നും പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ഉപദേശിച്ചു, എൻ്റെ മുറി വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതുമാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദർശനമുണ്ടോ? ദർശനമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം എന്താണ്. അവരെക്കുറിച്ച് പറഞ്ഞ് അത് പ്രാർത്ഥിക്കണം. അവരുമായിരുന്ന് പ്രാർത്ഥിക്കണം. ഹന്നായെക്കുറിച്ച് പറയുമ്പോൾ ആമേൻ, ദൈവം ഗർഭം അടച്ചെന്നാണ് എഴുതിയേക്കുന്നത്. എന്തിനാ അടച്ചത്? ആ കാലഘട്ടത്തിൽ ഒരു തലമുറ ദൈവത്തെ ഹല്ലേലൂയ ഉണ്ടാകണം, ദൈവത്തെ സേവിക്കുന്ന ആമേൻ ഹല്ലേലൂയ. ഏലിയുടെ മക്കള് ദൈവത്തെ അറിയാത്തവരായി പോയിട്ടുണ്ട്. അതിനു വേണ്ടി ദൈവം എന്ത് കൊടുത്തു? ഗർഭം അടച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, പെനീനായ്ക്ക് എത്ര പിള്ളേരുണ്ട്? 10 പിള്ളേരുണ്ട്. 10 പേരെക്കാട്ടിലും പാസ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ 10 കുഞ്ഞുങ്ങളല്ലേ? 10 കുഞ്ഞുങ്ങളുണ്ടായിട്ടിലും എൽക്കന്ന പറഞ്ഞെന്തുവാ?
സാരമില്ല, ഞാനില്ലയോ? നമുക്കും ചിലർ പറയൂ, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആ ഗ്ലോബലിലുണ്ട്, ഞാൻ ഈ പ്രെയർ ലൈനിലുണ്ട്, ഞാൻ ലേഡീസിൻ്റെ കോർഡിനേറ്ററാ, ഇതൊക്കെ മതി. ഈ ദിവസങ്ങളിൽ, ഈ അന്ത്യകാലത്ത് ദുഷ്ടൻ്റെ ശക്തികൾ ഏറ്റവും അരുകുമ്പോൾ സാധാരണ പ്രാർത്ഥന പോരാ. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉളവാകുന്ന പോലെ ഞാൻ പ്രസവ വേദന എടുത്തിരിക്കുന്നു. നമ്മുടെ തലമുറ ഈ നാളുകളിൽ ഈ പ്രസംഗിച്ചതൊക്കെ വെറുതെ ആകും. നമ്മളെടുത്ത വേദപുസ്തകം എടുക്കാൻ ഒരു തലമുറ ഇല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ആകും. അതുകൊണ്ട് പ്രസവ വേദനയുണ്ട്, അതൊരു നിർബന്ധമുണ്ടായിരിക്കണം. എൻ്റെ കാലം കഴിഞ്ഞിട്ട് എൻ്റെ വേദപുസ്തകം എടുക്കുന്ന ഒരു തലമുറ ഉണ്ടായിരിക്കണം. അത് ഒരു നിർബന്ധമാണ്. അല്ലല്ലോ, സാധാരണക്കാരായിട്ടല്ല, അന്നത്തെ. കാരണം നമുക്ക് വാഗ്ദത്തമുണ്ട്, അന്ത്യകാലത്ത് നിന്റെ പുത്രന്മാരും പുത്രിമാരും എത്ര പേരുടെ തലമുറ പ്രവാചക കുഞ്ഞുങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ലെവൽ കൂട്ടണം. ഹന്ന എന്തെടുത്തു? ഹല്ലേലൂയ. അവള് എന്നും ആലയത്തിൽ പോകുമ്പോൾ പോയി നോക്കിയാൽ മതി. 1-6 വാക്യത്തിൽ നമുക്ക് കാണാം. ആലയത്തിൽ പോകാൻ നേരത്തെല്ലാം പെനീന കൂടുതൽ, പ്രതിയോഗി കൂടുതൽ വേദനപ്പെടുത്തി. മക്കളുടെ കാര്യം പറഞ്ഞായിരിക്കാം. പാരക്കാരെന്നോടാ, കുഞ്ഞുങ്ങൾ ദൈവത്തെ സേവിക്കുന്നില്ലെങ്കിൽ എന്തെടുക്കുമെന്നറിയാം? പിശാച് നിങ്ങളോട് പറയും, നീ എന്തിനാ ഈ പ്രസംഗിക്കുന്ന, നീ എന്തിനാ പ്രാർത്ഥിക്കുന്ന, നിന്റെ കുഞ്ഞുങ്ങൾ സേവിക്കുന്നില്ലല്ലോ, നിനക്കതിന് അധികാരമില്ലെന്ന് നമ്മളെ തന്നെ ഒതുക്കി നിർത്താൻ പിശാച് ഇടയാക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? ഏൽക്കാനായ എല്ലാവരും കൂടെ ആലയത്തിൽ പോയി കഴിഞ്ഞിട്ട് അവൾ എഴുന്നേറ്റു എന്ന് എഴുതിയേക്കുന്നത്. കഴുപ്പും എല്ലാം കഴിഞ്ഞിട്ട് അവൾ എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റ് എന്തിനാണെന്നറിയാവോ? പിന്നെയും പോകാൻ, പിന്നെയും പ്രാർത്ഥിച്ചു. ഏലിയാവ് പിന്നെയും പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ പിന്നെയും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ വിഷയത്തിന് പിന്നെ എഴുന്നേറ്റ് എന്തുവാണ്? എനിക്ക് മകനെ വേണമെന്നല്ല പ്രാർത്ഥിച്ചത്. 1:10 കർത്താവേ, എനിക്കൊരു പുരുഷ പ്രജയെ തരണം, എനിക്ക് ദൈവത്തിൻ്റെ ആലയത്തിൽ സമർപ്പിക്കത്തക്കവണ്ണം ഒരു തലമുറയെ തരണം. അവിടെ പ്രാർത്ഥന മാറുകയാണ്. കാരണം എന്തുവാണ്? എപ്പോഴും പ്രാർത്ഥിക്കാൻ ആലയത്തിൽ പോയതോടുകൂടി അവർക്ക് മനസ്സിലായി, എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതിനെക്കാട്ടിലും ഇപ്പോൾ ആവശ്യം, ദൈവത്തിനൊരു ആവശ്യമുണ്ട്. ഒരു തലമുറ ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഈ നാളുകളിൽ തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എനിക്ക് ഒരു തലമുറയെക്കാട്ടിലും ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നത്, അമ്മമാരെ, ദൈവത്തെ സേവിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതനുസരിച്ച് ഒരു വേദന ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എന്തു പറ്റിയെന്നറിയാവോ? അവൾ അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്നേരമാണ് ദൈവം ആ ലെവൽ വരെ മിണ്ടാതിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രാർത്ഥന ലെവല്, നിന്നെ ഒരു സാധാരണക്കാരിയായിട്ടല്ല ദൈവം കണ്ടിരിക്കുന്നത്, ഒരു പ്രവാചകയായി. ആമേൻ. പ്രവാചക ഗണത്തില്, ആമേൻ, ആത്മമണ്ഡലങ്ങളെ പ്രാർത്ഥനയിൽ കണ്ട് ആത്മീയ യുദ്ധം ചെയ്യുവാൻ, ദേശത്തെ കൈവശമാക്കുവാൻ, അല്ലല്ലോ ചിലതൊക്കെ ദൈവം ഇപ്പൊ അനുവദിച്ചിരിക്കുകയാണ്. നിന്റെ വേദനകള്, ആമേൻ, പ്രാർത്ഥന വീരയാക്കുവാൻ ദൈവം ഉപയോഗിച്ചിരിക്കുകയാണ്. അത് ചിലപ്പോൾ തലമുറയിൽ കൂടെ ആയിരിക്കും, അത് ചിലപ്പം ഭർത്താവിലായിരിക്കും, ചില ഹല്ലേലൂയ രോഗങ്ങളിൽ കൂടെ ആയിരിക്കാം. പല വിധത്തിലാണ് നമ്മളെ ആ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കഴിയുമ്പോൾ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയേക്കുന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഹല്ലേലൂയ, പിന്നെ ദൈവത്തോട് പറയുക എന്തോ ചെയ്യണമെന്ന്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അത് 2:10 വന്നപ്പം ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഇസ്രായേൽ ജനത്തിന് അവിടെ പ്രാർത്ഥന മാറി. മക്കളെ കുറിച്ചുള്ള പ്രാർത്ഥനയല്ല, ദൈവ ജനത്തെക്കുറിച്ചുള്ള പ്രാർത്ഥന. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയുടെ ലെവല് മാറണം. ഇറ്റ്സ് എ പ്രോഗ്രസീവ്. കർത്താവേ, നിന്റെ ജനത്തിനെതിരെ വരുന്ന ശത്രുവിനെ മിന്നൽ കൊണ്ട് നശിപ്പിക്കണമെന്ന്.
അത് കണ്ടത് അത് തന്നെ കർത്താവ് ചെയ്യുന്നു. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പം ഹല്ലേലൂയ, ഫെലിസ്ത്യന് അവിടെ ഭയങ്കര ഉണർവ് നടക്കുക. ഹല്ലേലൂയ. മിസ്പായിൽ വലിയ ഉണർവ് നടക്കുമ്പം ഹല്ലേലൂയ, ഫെലിസ്ത്യൻ ശബ്ദം അന്നേരം കാണാം. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തിന് എന്തോ വിടുതലുണ്ടോ അന്ന് പിശാച് ഭയങ്കരമായിട്ട് പോരാടും. പരിശുദ്ധാത്മാ പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ പോരാട്ടം ഏത് നാളുകളെക്കാട്ടിലും നിനക്ക് വേദന തരുന്ന എന്തെന്നറിയാവോ? There is a breakthrough. ഈ 2026 ഒരു ബ്രേക്ക് ത്രൂവിന്റെ ഇയർ ആണ്. അതുകൊണ്ടാണ് ദുഷ്ടൻ പല വിധത്തില് എല്ലാ വിധത്തിലും നിന്നോട് പോരാടുന്നത്. അതുകൊണ്ട് ദൈവജനമേ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ ഈ ദിവസങ്ങൾ വീര്യം കൂട്ടുവാൻ, ആമേൻ, പ്രത്യേകമായി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ സുവിശേഷത്തിനുള്ള ഒരു വലിയൊരു തലമുറ, ഒരു വലിയൊരു ഗണം ഈ ദിവസങ്ങളിൽ നമ്മുടെ അമ്മമാരായിരിക്കുന്ന നമ്മുടെ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ, ആമേൻ, കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, ഹല്ലേലൂയ, നിന്നിൽ കൂടെ അനേക മാതാപിതാക്കളില്ലാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട്. ആത്മീയ നിജപുത്രന്മാരും പുത്രിമാരും നിങ്ങൾ ആത്മാവിൽ, ആമേൻ, ഉളവാക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഹല്ലേലൂയ നീ മുഖാന്തരം സുവിശേഷ ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ വന്ന തലമുറകളുടെ എണ്ണം ഈ ദിവസങ്ങളിൽ വർദ്ധിക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ഈ ഉറവയുണ്ടല്ലോ, ഡിവൈൻ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഉറവ, ഈ സ്പ്രിങ്, ഈ ദിവസങ്ങളിൽ നമ്മളിൽ കൂടെ പോകുന്ന എന്തെന്നറിയാവോ? നമ്മളിൽ കൂടെ ചിലതൊക്കെ ബേർത്ത് ചെയ്യണം. ഹല്ലേലൂയ, പ്രധാനമായി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അതിനായി നമ്മൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് അതിനായി സഹായിക്കട്ടെ.